ആരത്? ആരാണ്? രവി മഞ്ഞുമ്മൽ. ആരെ? രവി മഞ്ഞുമ്മൽ. ഈ മഞ്ഞുമ്മലിലുള്ള ഒരു പ്രശസ്ത കലാകാരനാണ്. രവി മഞ്ഞുമ്മൽ മൊത്തം കഴിവാണ്, പിഴിഞ്ഞെടുക്കണം. രവി മഞ്ഞുമ്മൽ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നാട്ടിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ഓടിക്കേറിയതാണ്. എല്ലാവരെയും പ്രോത്സാഹനം വേണം. രവി മഞ്ഞുമ്മൽ നാട്ടുകാരനാണ്, പ്രോത്സാഹിപ്പിച്ചാലേ കാല് താഴെ ഇടുകയുള്ളൂ. രവി മഞ്ഞുമ്മൽ. ചേട്ടോ, രവി മഞ്ഞുമ്മൽ. അമ്മച്ചി, രവി മഞ്ഞുമ്മൽ. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, രവി മഞ്ഞുമ്മൽ കേട്ടോ. പ്രോത്സാഹനം തന്നണ്ടേ ഇരിക്കുക. അനിയാ, തൊപ്പി വെച്ച അനിയാ, രവി മഞ്ഞുമ്മൽ. ഹലോ, രവി മഞ്ഞുമ്മൽ. ഷൈജ ഒരു മിനിറ്റ് ഒന്ന്. എന്തോ എന്താണ് പേരെന്ന് പറഞ്ഞ? രവി മഞ്ഞുമ്മൽ. എടോ, രവി മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, തന്റെ പേരാണ് മനസ്സിലായി. പട്ടിമുള്ള നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണ എന്തിനാണ്? പട്ടി മുള്ളാൻ നിൽക്കണത് ഇതോ? ഇങ്ങനെയാണോടാ പട്ടി മുള്ളാൻ നിൽക്കുന്നത്? ഇതെന്റെ എംബ്ലമാണ്, രവി മഞ്ഞുമ്മൽ. ഞാൻ പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട്. 10,000 രൂപ മുടക്കി പോസ്റ്റർ അടിച്ചിറക്കിയിട്ടുണ്ട്. രവി മഞ്ഞുമ്മൽ രവിയുടെ എംബ്ലമാണ്. അതെ, എന്റെ എംബ്ലം. കുടുംബത്തിൽ എല്ലാവർക്കും എംബ്ലം ഉണ്ട്. പിന്നെ കുടുംബത്തിന് എല്ലാവർക്കും എംബ്ലം ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. അച്ഛൻ എംബ്ലം ഉണ്ട്. അച്ഛൻ എംബ്ലം ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് എംബ്ലം ഉണ്ടായതും ഞാനുണ്ടായതും. പോടാവണമെന്ന് ഒരുമാതിരി ചോദ്യം ചോദിക്കുന്നത്. രവി മഞ്ഞുമ്മൽ. രവി, ഞാൻ കാര്യം ചോദിക്കട്ടെ, രവിയുടെ കുടുംബ പശ്ചാത്തലമൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. സുഹൃത്തുക്കളെ, എൻ്റെ ജനനത്തെക്കുറിച്ച് ഒരു 10 മണിക്കൂർ അല്ല 10 മിനിറ്റ്. എൻ്റെ അപ്പൻ വലിയ ഒരു കവിയായിരുന്നു. പേരെന്താണ്? മഹാകവി തങ്കച്ചൻ. മഹാകവി തങ്കച്ചനോ? ഇങ്ങനൊരു കവിയെ കുറിച്ച് ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. ഇയാൾ കേട്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ, ഞാൻ പുള്ളിനെ കണ്ടിട്ട് പോലുമില്ല. രവി മഞ്ഞുമ്മൽ. തന്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് പറയാൻ. എന്റെ ജനനത്തെ കുറിച്ച് ഞാൻ പറയാം. എന്റെ അപ്പൻ മഹാകവി തങ്കച്ചൻ അദ്ദേഹത്തിന്റെ 19ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കവിതയായ കന്നിമാസത്തിലെ പട്ടി എന്നുള്ള കവിത എഴുതി ആരെങ്കിലും വായിപ്പിച്ച് കേൾപ്പിക്കാൻ ത്രില്ലടിച്ച് നടക്കുന്ന സമയം എൻ്റെ അമ്മ പൂരം കഴിഞ്ഞു വന്ന് കിടന്നുറങ്ങുകയായിരുന്നു. ഓടുതല്ലി പൊളിച്ചകത്തിയേറി എൻ്റെ അപ്പൻ പൂരം കഴിഞ്ഞു വന്ന് കിടക്കുന്ന എൻ്റെ അമ്മയെ തോണ്ടി വിളിച്ച് അദ്ദേഹത്തിന്റെ കന്നിമാസത്തിലെ പട്ടി ഒറ്റ ശ്വാസത്തിൽ ചൊല്ലിക്കേൾപ്പിച്ചു. കവിത ചൊല്ലി അപ്പം മുങ്ങി, 10ാം മാസം ഞാൻ പൊങ്ങി. രവി മഞ്ഞുമ്മൽ. നല്ല കുടുംബ സിറ്റുവേഷൻ. എടോ രവി, രവിയുടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അതെ, കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, ഭയങ്കര കഴിവാണ്. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് പറഞ്ഞോളൂ. വിദ്യാഭ്യാസം പറയാം. പറയാം. എന്നുവരെ പോയെന്നോ? MA വരെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ജയിച്ചാലല്ലേ MAക്ക് പോകാൻ പറ്റുള്ളൂ. 10ാം ക്ലാസ്സിൽ ചൊറിയായത് കാരണം പോയില്ല. 8, 9 പനി പിടിച്ച് കിടപ്പായിരുന്നു. 1, 2 പോകാത്ത കാരണം ഒട്ടും പഠിക്കാൻ പറ്റിയില്ല. സ്കൂളിൽ പോയിട്ടേ ഇല്ല. എന്നെ ചൊറിഞ്ഞു പൊട്ടും, ദേഹം ചൊറിഞ്ഞു പൊട്ടും. ആണല്ലേ? അപ്പൊ രവി, ഞാൻ പറയാം, പേര് മറക്കരുത്, രവി മഞ്ഞുമ്മൽ. എടോ, അവർക്ക് മനസ്സിലായി, രവി മഞ്ഞുമ്മൽ മനസ്സിലായി. രവി, ഞാനൊരു കാര്യം പറയട്ടെ, രവിയുടെ ജനറൽ നോളജിനെ കുറിച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ. ആ പറഞ്ഞ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചു. നിസ്സാരമായിട്ട്. അതായത് നമ്മുടെ റോഡിന് ഇരുവശങ്ങളും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണ്? അതാണ് നമ്മൾ ആലോചിക്കേണ്ട കേസറ്റാണ് കേട്ടോ. എന്ത് കാര്യത്തിനാണ്? ഞാൻ കുറെ നേരം ആലോചിച്ച കേസ് കിട്ടണം. എന്തിനാണ് ഈ റോഡിന്റെ സൈഡിൽ റോഡിന്റെ സൈഡുകൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. റോഡിന് ഇരുവശങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയാനാണ്. എന്റെ അമ്മച്ചിയെ, റോഡിന്റെ സൈഡുകൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മണ്ണൊലിപ്പ് തടയാനാണോ? അപ്പൊ ഇയാൾ ഈ മീശ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് മൂക്കൊലിപ്പ് തടയാനാണോ? രവി മഞ്ഞുമ്മൽ. വേറെ നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒരു ഘോര വനത്തിലകപ്പെട്ടു. നമ്മൾ 2 പേരും ഒരു ഘോര വനത്തിലകപ്പെട്ടു. പെട്ടെന്നൊരു സിംഹം നമ്മുടെ നേരെ എടുത്തു ചാടി. പെട്ടെന്നൊരു സിംഹം നമ്മുടെ മുമ്പിൽ എടുത്തു ചാടി. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, സിംഹം ചെയ്തോളും. എന്തിന് റിസ്ക് എടുക്കുന്നു? അത് നക്കി തുടച്ചു പോയിക്കോളും. രവി മഞ്ഞുമ്പൽ. ഇവിടെ വന്നേ, ഞാൻ പറയാം, ഒരു നിസ്സാരം ഒരു കടങ്കഥ പറയാം. ഒരു കടങ്കഥ പറയാം. പറഞ്ഞോളൂ. ഞെട്ടില്ല വട്ടയില്ല. പുട്ട്, ദോശ, ഇടിയപ്പം, നെയ്യപ്പം, ഊത്തപ്പം. പപ്പടം. എന്റെ അമ്മ പുട്ട് പറഞ്ഞു പപ്പടം മറന്നുപോയി. രവി മഞ്ഞുമ്മൽ. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. കക്കൂസ്. അത് നിന്റെ വീട്ടില്. എന്റെ വീട്ടിലെ കക്കൂസ കടപ്പില്ല. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല എന്ന് പറഞ്ഞാൽ കിണറാണ്. ഇപ്പൊ ഞാൻ പറയാം, അവസാനമായിട്ട് ചോദിക്കാം. അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നിന്നാൽ സത്യം പറയും. എങ്ങനെ? അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നിന്നാൽ സത്യം പറയും. എന്താണ്? കടം കഥ തന്നെയാണോ? അതെ. ഒന്നുകൂടി പറഞ്ഞു. അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നിന്നാൽ സത്യം പറയും. വേണ്ട, മാന്യമായ വേദിയാണ്, വിഷമില്ലാതെ കേട്ടോ. രവി മഞ്ഞുമ്മൽ. കേസ് കെട്ട് വിട്ടുകളാ. ഒന്നുകൂടി പറയാം. അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നിന്ന സത്യം. സംഭവം പിടുത്തം കിട്ടി, പക്ഷെ വേണ്ട. അങ്ങോട്ടാടും ഇങ്ങോട്ടാടും എന്താണ്? അങ്ങോട്ടാടും ഇങ്ങോട്ടാടും എന്താണ്? മിണ്ടരുത്. ഒന്നുകൂടി പറഞ്ഞു. അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ. സംഭവം അത് തന്നെ. അത് തന്നെ. തന്റെ കണ്ടപ്പോ മാന്യനാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് കയറി കേട്ടോ. ഇവക ഒന്നുകൂടി പറഞ്ഞു. അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നിന്നാൽ. മതി. ഇങ്ങോട്ട് വന്നേ.
അടിച്ച് കാരണക്കുറ്റിയെ വിളിക്കണ്ട. എന്ത്? വൃത്തിയോട് ഒന്ന് പറയണോ? ആ. എടോ അങ്ങോട്ടാടും ഇങ്ങോട്ടാണ് നേരെ എന്ന് സത്യം പറയുന്നു ഞാൻ ത്രാസ്. അപ്പൊ ത്രാസും ആടുമല്ലേ, അത് ശരി. ആ രവി മഞ്ഞുമ്മൽ. ഇങ്ങോട്ട് നോക്കി. തന്റെ കലാപരമായിട്ടുള്ള കഴിവുകളൊന്ന് കാണിച്ച് ജനങ്ങളൊന്ന് കാണട്ടെ. സുഹൃത്തുക്കളെ, ആ. ഞാൻ കുറച്ച് നടന്മാരെ എടുക്കാം. ആ. ആദ്യമായിട്ട് ആ. ശ്രീമാൻ മമ്മൂട്ടി. മമ്മൂട്ടി. പ്രോത്സാഹനം വേണം. രവി മഞ്ഞുമ്മൽ. എല്ലാരും പ്രോത്സാഹിപ്പിക്കും. എല്ലാരും ഒന്ന് കൈയടിച്ചോളൂ. ആ പുള്ളി മമ്മൂട്ടിയായിട്ട് വരികയാണ്. ചേട്ടാ മ്യൂസിക് ഒക്കെ ഒന്നിട്ടോളൂ. പറയൂ. മതി കുത്തിയത്. കുത്തത്തോ? മതി കുത്തിയത്. ഇരുമ്പാണി. അയ്യോ, കുറച്ചും കൂടി ബേസ് കയറ്റിയോ. ഇരുമ്പാണി കറക്റ്റ്. ഇരുമ്പാണിക്ക് വരെ മുളയാടി വെച്ച് മുളയാടിക്ക് വരെ ബിരിയാണി വെച്ചവരാരാണ്? ആരാണ്? രവി മഞ്ഞുമ്മൽ. ദോ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ. എടോ, നന്നായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാറിനെ അനുകരിക്കാൻ പറ്റുമോ? ജയൻ. ജയൻ. ആ, അതെ. അതെ, രൂപം വേഷമൊക്കെ ഉണ്ടല്ലോ. സുഹൃത്തുക്കളെ, ജയൻ. ജയൻ. ജയനായിട്ട് എത്തിക്കുകയാണ്. മ്യൂസിക് ഒന്നിട്ടോളൂ. മതി, പറഞ്ഞോളൂ. പറഞ്ഞോ, ഡയലോഗ് പറഞ്ഞോ. ഉം. പറഞ്ഞോ, ഉം. ഡയലോഗ് പറ. ഡയലോഗ് മറന്നുപോയി. ഇടിച്ച് മൈക്ക് വെച്ചാൽ ഇടിക്കൂട്ടോ. സുഹൃത്തെ, ഞങ്ങൾ ഇവിടെ ഇത് നിന്ന് കഴിഞ്ഞാൽ ഒരു ശരിയാവില്ല. ഞാനൊരു കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോണ വഴിയാ കയറിയത്. പെണ്ണ് കാണാൻ വേണ്ടി പോണ അതെ, വഴിയാണ്. അതെ. അതാണ് ഇത്ര സ്റ്റൈലായിട്ടൊക്കെ അതെ, പോണത്. അതെ, അതെ. അപ്പൊ പെണ്ണ് കെട്ടാൻ പോണ രവി. ആ. രവിയോട് ഒരു ചെറിയൊരു ഓപ്ഷൻ ഞാൻ പറയാം. എന്താണ്? രവി ആരെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? ഞാനൊരു പെണ്ണിനെയാണ്. എടോ, എല്ലാരും പെണ്ണിനല്ലേ കിട്ടണത്? അല്ല, എന്റെ പെങ്ങൾ ഒരാണിനെ കെട്ടിയത്. അത് ശരി. അല്ല, ഞാൻ പറയട്ടെ. ഞാനൊരു 3 ഓപ്ഷൻസ് പറയാം. ഓ. അതിനകത്ത് താൻ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തു. ഓക്കെ, ഓക്കെ. ഒന്നാമതൊരു ടീച്ചർ, ആ, ടീച്ചർ. രണ്ടാമതൊരു ടെലിഫോൺ ഓപ്പറേറ്റർ, ടെലിഫോൺ ഓപ്പറേറ്റർ. മൂന്നാമതൊരു നേഴ്സ്. നഴ്സ്. ഇതിലാരെ താൻ സെലക്ട് ചെയ്യും? ഞാൻ. അപ്പൊ ടീച്ചർ, ടെലിഫോൺ ഓപ്പറേറ്റർ, നഴ്സ്. നേഴ്സ്. ഞാൻ ടീച്ചറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എടോ വിഡ്ഢി, തനിക്ക് എനിക്ക് വെളിയില്ലേ? ടീച്ചർ മതി. എടോ, രവി മഞ്ഞുമ്മൽ. എടോ, ടീച്ചറെ സെലക്ട് ചെയ്ത് നേഴ്സിനെ സെലക്ട് ചെയ്തു. അന്ന് അമേരിക്ക പോകാം, ഇല്ല, ജർമ്മനി. ടെലിഫോൺ ഓപ്പറേറ്റർ ഞാൻ സെലക്ട് ചെയ്യൂല. അതെന്താണ്? ടെലിഫോൺ ഓപ്പറേറ്റർ ചിലപ്പോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും, ആ. മിസ്റ്റർ രവി മഞ്ഞുമ്മൽ, ആ. നിങ്ങൾ ഇപ്പോൾ ക്യൂബിലാണ്, കുറച്ചു നേരം കഴിഞ്ഞ് ട്രൈ ചെയ്യാൻ പറയും. അത് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ നേഴ്സിനെ കെട്ടിക്കൊള്ളു. നഴ്സാണെങ്കിൽ പറയും, മിസ്റ്റർ രവി മഞ്ഞുമ്മൽ, ആ. നിങ്ങളുടെ ബോഡി വീക്കാണ്, ഇഞ്ചക്ഷൻ ചെയ്ത് കുത്തിക്കിടത്തി ഉറക്കിക്കളയും. ഇത് ഈ ടീച്ചറെ സെലക്ട് ചെയ്യാൻ ടീച്ചർ കാരണം? ആകുമ്പോ ആ. എന്ത് കഷ്ടപ്പാടും ദുരിതം ഉണ്ടെങ്കിലും ഹോംവർക്ക് ചെയ്യിച്ചട്ടെ കിടത്തി ഉറക്കത്തുള്ളൂ രവി മഞ്ഞുമ്മൽ.